ഏകദേശം 2 മാസത്തിന് ശേഷമാണ് ഞാനിന്ന് മാരുതി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു വന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയപ്പോൾ നല്ല പെട്രോളിൻ്റെ മണം ഉണ്ടായിരുന്നു. എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിനിടയ്ക്കാണ് ഇതാ ഈ ഒരു സംഭവം കണ്ടത്. അതായത് നമ്മുടെ ഫ്യൂവലിൻ്റെ എഞ്ചിനിലേക്കുള്ള സപ്ലൈയുടെ പൈപ്പിന് ചെറിയൊരു ലീക്കേജ് ഉണ്ട്. നേരെ നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നു. പഴയ വണ്ടികൾ യൂസ് ചെയ്യുന്നവർ എപ്പോഴും ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ഓൾ റൗണ്ട് ഒന്ന് നടന്ന് ചെക്ക് ചെയ്യണം, വണ്ടിയിൽ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന്. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സർവീസിൻ്റെയും കൂടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. മെക്കാനിക്കിനെ കാണിച്ചു, നേരെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം എഴുതി മേടിച്ചു. നേരെ ഞാൻ തന്നെയാണ് പോയി സാധനങ്ങൾ എടുക്കാറുള്ളത്. നോർമലി നമ്മൾ അവിടെ കൊടുത്തിട്ട് സർവീസ് എന്ന് പറയുവാണെങ്കിൽ അവർ ഏകദേശം 2000-2500 രൂപയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഏകദേശം 1100 രൂപയ്ക്കുള്ളിൽ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേടിച്ചുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ഒരു എയർ ഫിൽറ്ററാണ്. ഇത് കാർബറേറ്റർ മോഡലാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാർബറേറ്ററിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള എയർ ഫിൽറ്ററാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള പൈപ്പിൻ്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യാനുസരണം കട്ട് ചെയ്താണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതാ ഈ ഒരു ടോട്ടലിൻ്റെ 20/50 എഞ്ചിൻ ഓയിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. 3 ലിറ്ററിൻ്റെ ഓയിലാണ് എന്നോട് പറഞ്ഞത്, അപ്പോൾ അതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ടൈം സർവീസ് ചെയ്ത് നമ്മളതിൻ്റെ പെട്രോൾ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വണ്ടിയിൽ നേരത്തെ കിടന്ന എയർ ഫിൽറ്റർ മൊത്തം അഴിച്ച് അവർ ആ ഒരു ഏരിയ ഫുള്ള് ക്ലീൻ ചെയ്യുവാണ്. ഇലോഫിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു എയർ ഫിൽറ്ററാണ് ഇപ്രാവശ്യം നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. അപ്പോൾ അത് ഒരാളത് ചെയ്യുന്നു, മറ്റേ ആൾ നമ്മുടെ ആ ഒരു പൊട്ടിയ ഫ്യൂൽ പൈപ്പ് ഊരിയിട്ട് അതനുസരിച്ച് അതിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ച് ഇനി നമ്മൾ കൊണ്ടുവന്ന പൈപ്പ് കട്ട് ചെയ്തിട്ട് വേണം അത് ഫിക്സ് ചെയ്യാൻ. മാക്സിമം എപ്പോഴും നമ്മൾ ഈ വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ ഒരു ഫ്രണ്ടും ഈ ഒരു സെയിം ഫീൽഡിലുണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നമ്മൾ ഈ കൂടുതലും വണ്ടി കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ലേബേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യത്തുള്ളൂ. എല്ലാ സാധനങ്ങളും മാറണമെന്നില്ല, അവർ ജസ്റ്റ് പറഞ്ഞ് മാറിയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബില്ല് തരും, പക്ഷേ കറക്റ്റായിട്ടൊന്നും മാറത്തില്ല. അപ്പം എനിക്കെപ്പോഴും ഇത് ഞാൻ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടും ബോറടിക്കത്തില്ല. പക്ഷേ എൻ്റെ കൂടെ വന്ന് രണ്ടുപേരും അത്യാവശ്യം നല്ലപോലെ ബോറടിച്ചിരിക്കുന്നത്, എപ്പോൾ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇതിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഓരോ പാർട്സ് മാറുന്നത് എല്ലാ കാര്യങ്ങളും എന്നെ നോക്കി നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട് വണ്ടി ഇതിനടിയിൽ കയറ്റിയിട്ട് അടിയിൽ ആൾ പോയിരിക്കുന്നത്. ഓയിൽ ഫിൽറ്റർ മറ്റും ഇനിയും ചേഞ്ച് ചെയ്തിട്ട് നമുക്കിനി ഓയിലും കാര്യങ്ങളും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്രീ ആയി. അങ്ങനെ നമ്മുടെ പഴയ എഞ്ചിൻ ഓയിലെല്ലാം മാറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള 20/50 സിന്തറ്റിക് ഓയിലാണ് ഇപ്രാവശ്യം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒഴിച്ച് കൂളൻറ്റും എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് വണ്ടി നേരെ കൈ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 500 രൂപയാണ് നമുക്ക് ഈ സർവീസിന് കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സാധനങ്ങൾ ഫുള്ള് നമ്മൾ കൊണ്ടുവന്നായിരുന്നു. ഏകദേശം 1700 രൂപയാണ് എനിക്ക് ഈ ഒരു ഇയർലി സർവീസിന് കോസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് ലേബർ ചാർജും അതുപോലെ തന്നെ പാർട്സിൻ്റെയും എല്ലാം കൂട്ടിയിട്ടാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ വണ്ടി നേരെ നമ്മൾ കൊണ്ട് പെട്രോളൊക്കെ അടിച്ച് എയറൊക്കെ ചെക്ക് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് സെറ്റായി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായി ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തായിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.